എൻ്റെ നാടായ പരപ്പനങ്ങാടിയിൽ നിന്ന് ഗുരുവായൂരിക്ക് പോയ കഥയാണ് കേട്ടോ ഇത്. KSRTC ബസ്സിലായിരുന്നു കേട്ടോ യാത്ര. ആൻറ്റീൻ്റെ മോളും ഉണ്ടായിരുന്നു കൂട്ടിന്. എപ്പോഴും അച്ഛനമ്മയും ഞങ്ങളെല്ലാവരും കൂടി ആട്ടോ പോവാറ്. ഇത്തവണ ഞാൻ ഫ്രീ ആയിട്ടൊന്ന് കണ്ണൻ്റെ അടുത്ത് മനസ്സ് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിച്ച് തൊഴണം തോന്നിയപ്പം പിള്ളേരെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഞാനും ആൻറ്റീൻ്റെ മോളും കൂടി പോയി കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ നടന്നാൽ തന്നെ നമ്മൾ മെയിൻ റോഡ് എത്തി. അവിടുന്ന് അതേ നമുക്ക് KSRTC ബസ് കിട്ടും. അവിടെ നിന്ന് തന്നെ കയറി അങ്ങോട്ട് ഇരുന്നു കേട്ടോ. ഒരാൾക്ക് വരുന്നത് 75 രൂപയാണ്, രണ്ടാൾ കൂടെ 158. പിന്നെ അതേ തിരൂരെത്തിയപ്പോൾ ഞങ്ങൾ ഇതേ ഒരു കടലൊക്കെ വാങ്ങി ജസ്റ്റ് ഒന്ന് കുറിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതേ കടലയും കുറിച്ചിരുന്ന് പെട്ടെന്ന് തന്നെ പൊന്നാനി എത്തി കേട്ടോ. പൊന്നാനി ഇതേപോലെ കുറച്ച് നേരം പിടിച്ചിടുക, അത്ര നേരമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗുരുവായൂരെത്താനാവണതിൻ്റെ ഒരു ചെങ്കെടുപ്പാണ്. ഈശ്വര ഇപ്പത്തിൽ അവിടെ എത്താനാകുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതേ ഗുരുവായൂരെത്തിയിട്ടോ. പിന്നെ അതേ പാഞ്ഞിറങ്ങുകയാണേ. ഗുരുവായൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടിയായിട്ട് ഇതേ ചെറിയ ഇങ്ങനെ ഒരു ഇടവഴി പോലത്തെ റോഡുണ്ട് കേട്ടോ. അതെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ അമ്പലം എത്തി. പടിഞ്ഞാറേ നടയിലൂടെയാണ് കേട്ടോ കയറി ചെല്ലണേ. പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഫുള്ളൊരു പെടപെടപ്പ. കണ്ണാ ദർശനം തരണേ ഭഗവാനെ, കുറേ ആളുകളുണ്ടാവുമോ, തൊഴാൻ പറ്റുമോ, അങ്ങനെ 100 ചിന്തകൾ മനസ്സിലിങ്ങനെ ഓടി വരും. അന്നത്തെ ദിവസം ഉദയാസ്തമന പൂജയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 11 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഉദയാസ്തമന പൂജയുള്ള ദിവസമാണ് നമ്മൾ വരുന്നത് വെച്ചാൽ ഏകദേശം ഒരു 10-11 മണിയൊക്കെയാണ് വെച്ചാൽ ഞങ്ങൾ ആദ്യം ചെയ്യാറ് നേരെ പോയിട്ട് ഭക്ഷണത്തിൻ്റെ ക്യൂ നിൽക്കും. ഭാഗ്യത്തിന് ആ സമയത്ത് ആളുകൾ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ പ്രസാദം കഴിച്ചു കേട്ടോ. നല്ല സാമ്പാറും ചോറും ഒക്കെ ഉണ്ടായിരുന്നേ, ഒത്തിരി പായസം കിട്ടി കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം വേഗം തീർത്ഥക്കുളത്ത് പോയിട്ട് കൈകാലുകളൊക്കെ കഴുകിയ ശേഷം വേഗം തൊഴാനുള്ള ക്യൂവിലേക്ക് ഓടിട്ടോ. അപ്പോഴാണ് ക്യൂ ക്ലോസ്ഡ് എന്ന ബോർഡും പിടിച്ച് ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ കണ്ണാ പണി കിട്ടിയോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാ. എന്നാലും അവരെ പുറകെ തന്നെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കയറിക്കോളം പറഞ്ഞേ ആവും സമാധാനം. പിന്നെ നാമജപത്തോടെ കണ്ണനെ കാണാനുള്ള കൊതിയോടെ ഇങ്ങനെ ക്യൂവിലിരുന്നു. തൊഴുത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ മടക്കട്ടോ. പോകുന്ന വഴി ഒരു ചായയും മൊരിഞ്ഞ വടയും കഴിച്ചിട്ടോ. ഇനി ടെൻഷൻ ബസ്സിൽ സീറ്റ് കിട്ടുമെന്നായിരുന്നേ, അതും സുഖമായിട്ട് കിട്ടിയിട്ടോ. ബസ്സിലിരിക്കുമ്പോൾ ആലോചിച്ച് കണ്ണനോട് എന്തൊക്കെയോ പറയാനല്ലേ ഞാൻ വന്നത്, പക്ഷെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. എങ്ങനെ പറയാനാ, കള്ളച്ചിരിയും കാട്ടി ഇമ്പളെ നോക്കി ചിരിക്കുമ്പോൾ ആ സൗന്ദര്യത്തിൽ മതി മറന്നിട്ട് എൻ്റെ കണ്ണാ എന്ന് മാത്രമല്ലേ നാവിൻ തുമ്പിൽ വരൂ.